നമ്മുടെ പാർട്ണറിൻ്റെ കൂടെ ഒറ്റയ്ക്ക് ടൈം എടുക്കുക. അതുപോലെ തന്നെ കുട്ടി ഉണ്ടാകുമ്പോഴും കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് നോക്കണം. അല്ലാതെ അമ്മ ഉണ്ടല്ലോ കുട്ടീനെ നോക്കാൻ. നിങ്ങൾ കുട്ടിക്കനുസരിച്ച് നിങ്ങളുടെ വർക്കുകൾ മാറ്റിയും നിങ്ങൾ കുട്ടീനെ നോക്കിയും നിങ്ങളെല്ലാവരും വല്ലപ്പോഴും പോയി കാണുന്ന ആൾക്കാർ മാത്രമായിരിക്കണം പേരൻസ് എന്ന് പറയുന്നത്. രണ്ടുപേരും നന്നായിട്ട് ഒരുമിച്ച് നിന്ന് തന്നെ വളർത്തണം. അതെ അതെ, കുട്ടികൾ അങ്ങനെ തന്നെ വേണം. അച്ഛനും ഇപ്പം പല ഫാമിലികളിലും അച്ഛന് കുട്ടികളെ ഒരു 5 വയസ്സ് വരെ അല്ലെ അവർ വലുതായി കഴിഞ്ഞിട്ടാണ് പിന്നെ അച്ഛൻ്റെ മക്കളായി മാറുന്നത്. കുട്ടീനെ നോക്കുന്നതും അതിൻ്റെ അപ്പ എഴുതുന്നതും സ്നഗ്ഗി മാറ്റുന്നതും കൊച്ചിനെ എടുക്കുന്നതും പാൽ കൊടുക്കുന്നതും ഒക്കെ അമ്മയാണ്. അത് അമ്മയുടെ ജോലിയാണ്, എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും. ചെറുപ്പം പോലെ എല്ലാ കാര്യങ്ങളും അല്ല, അത് മാത്രമല്ല ഗൾഫിൽ അല്ലെങ്കിലും ഇവിടെ ആണെങ്കിലും കൊച്ചിനൊരു 5 വയസ്സ് വരെ ഉള്ള പരിപാടികളെല്ലാം നോക്കുന്നത് ഒന്നിലെ കെട്ടിയവന്റെ അമ്മയും മുത്തശ്ശനും ആ ഭാര്യയും കൂടിയായിരിക്കും. അപ്പനൊന്നും ചെയ്യില്ല, കാരണം അത് അവരുടെ ഡ്യൂട്ടി ആണല്ലോ. കൊച്ചുമോളെ മക്കളെ നോക്കുന്ന അവരുടെ ഡ്യൂട്ടി ആണല്ലോ എന്ന് പറഞ്ഞാൽ അത് അലിഖിതമായി അവർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അങ്ങനല്ല, അച്ഛനൊന്നും ഒരിക്കലും കുട്ടികളുടെ ഒരിക്കലും ഇല്ലല്ലോ, ഒരു എങ്ങും ഇല്ലല്ലോ. അതുപോലെ അത് ഉണ്ടാവണം. അങ്ങനെ നമുക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ അമ്മ പുറത്ത് കുട്ടീനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന പോലെ അച്ഛനും കംഫർട്ടബിൾ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ചാലേ അത് നടക്കുകയുള്ളൂ. ഒറ്റയ്ക്ക് ജീവിച്ചാലേ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അച്ഛനും കൂടെ ഉണ്ടാവുള്ളൂ. കൊച്ചു കരഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ എടുക്കുക എന്നല്ലാതെ കൊച്ചെന്തുകൊണ്ട് കരയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി എടുക്കുന്ന ലെവലിലേക്ക് നമ്മുടെ ബ്രെയിൻ വയറിങ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുട്ടി അമ്മയും അച്ഛനും മാത്രമായിട്ടൊരു സ്ഥലത്ത് താമസിക്കണം. എന്നാലേ ഈ സാധനങ്ങൾ ഉണ്ടാവുള്ളൂ.